സുഭാഷിതം ചാനൽ ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ പരമാവധി ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, വിഷയങ്ങൾ കാണുക, പ്രചരിപ്പിക്കുക. എല്ലാവിധ സംഭാവനകളും ഞങ്ങൾക്ക് ഗൂഗിൾ പേ വഴി അയച്ചു തരിക, പരസ്യങ്ങൾ നൽകുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ ഒരു കേസ് ഉണ്ടായതിൻ്റെ 30-ാം വർഷമാണ്. സദാനന്ദൻ മാസ്റ്ററുടെ BJPയുടെ ഇപ്പോഴത്തെ RSS പ്രവർത്തകനും BJP നേതാവുമൊക്കെയായിരുന്ന സ്കൂളിന് അധ്യാപക പരിഷത്തിൻ്റെയൊക്കെ നേതാവായിരുന്ന എഴുത്തുകാരനുമൊക്കെ ആയിരുന്ന കോളേജ് ദീർഘകാലം സ്കൂൾ അധ്യാപകനായിരുന്ന 30 വർഷം സ്കൂൾ അധ്യാപകനായിരുന്ന സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസം അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു. ഡൽഹിയിലും സമ്മേളനത്തിലൊക്കെ പങ്കെടുത്തു. അദ്ദേഹത്തിൻ്റെ 2 കാലും വെട്ടിയ കേസിൽ 12 പേർ പ്രതികളായിരുന്നു. അതിൽ 8 പേരുടെ വിധി സെഷൻസ് കോടതി അവർക്ക് 7 വർഷം തടവും 25,000 രൂപ പിഴയും വച്ചു. അതിനെതിരെ അവർ ജാമ്യത്തിലിറങ്ങിക്കൊണ്ട് അവർ കേസ് അപ്പീൽ പോയി. ആ അപ്പീൽ ഹൈക്കോടതി പോയി, സെഷൻസ് കോടതി പോയി. അവരും പക്ഷേ കേസ് വിധി റദ്ദാക്കാൻ തയ്യാറായില്ല. നേരെ ഹൈക്കോടതി പോയി. ഹൈക്കോടതിയും തയ്യാറായില്ല എന്ന് മാത്രമല്ല, ശിക്ഷ ഒന്നുകൂടി ഇരട്ടിപ്പിച്ചു. കഠിന തടവ് കൊടുക്കാനും തീരുമാനിച്ചു. 25,000 എന്നുള്ളത് 50,000, അത് പോരാ ശിക്ഷ എന്നുള്ള നിലയിൽ വന്നു. ഇതിനൊക്കെ എതിരെ സുപ്രീം കോടതിയിൽ പ്രതികൾ പോയി. അതിൽ 4 പേരെ വെറുതെ വിട്ട് 8 പേരാണ് പോയത്. ആ 8 പേർക്ക് ജാമ്യം കിട്ടിയില്ല എന്ന് മാത്രമല്ല, കേസ് ഫയലിൽ പോലും നമ്പർ ഇടാൻ സുപ്രീം കോടതി സമ്മതിച്ചില്ല. ഇത് ഹൈക്കോടതിയുടെ വിധിയാണ്, കറക്റ്റ്, നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ 8 പേരെയും ഇന്നലെ തലശ്ശേരി സബ് ജയിലിലേക്ക് കൊണ്ടുപോയി. ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തല കഥ. എന്നാൽ ശൈലജ ടീച്ചറടക്കം, ടീച്ചറെ നിങ്ങളൊരു ടീച്ചറാണ്, നിങ്ങൾ MLA ആണ്, എല്ലാവരുടെയും MLA ആണ്, നിങ്ങൾ പോകാൻ പാടില്ലായിരുന്നു. നിങ്ങൾ സദാനന്ദ മാസ്റ്ററുടെ MLA ആണ്, BJPയുടെ MLA ആണ്, RSSൻ്റെ MLA ആണ്, നിങ്ങൾ അവിടുത്തെ നിരപരാധികളുടെയും ഒരു പാർട്ടി ഇല്ലാത്തവരുടെ MLA ആണ്. മാഡം പോകാൻ പാടില്ലായിരുന്നു. നിങ്ങൾ കുറച്ച് പേർ, അവിടുത്തെ ജില്ലാ സെക്രട്ടറി എല്ലാവരും പോയി, സാധാരണ പ്രാദേശിക പ്രവർത്തകർ പോയി ഒന്ന് അവർ പോയി ഒന്ന് കണ്ടു എന്ന് പറയുന്നത് ഇത് ലാൽ സലാം വിളിച്ച് സഹാക്കൾ ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞ് ബാക്കിയുള്ള കുട്ടി സഹാക്കൾക്ക് ഊർജം കൊടുക്കുന്ന നിലയിൽ ചെന്നു, കണ്ടു, സന്തോഷത്തോടെ ഓക്കെ നിങ്ങൾ ജയിലിൽ പോകുന്നതിൻ്റെ ഒരു സങ്കടമുണ്ട്, നിങ്ങൾ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ഓക്കെ, അതൊരു സൗഹൃദം. അതിനപ്പുറം മുദ്രാവാക്യം വിളിച്ച്, ലാൽ സലാം വിളിച്ച്, നിങ്ങൾ ജീവിക്കുന്ന രക്തസാക്ഷികളാണെന്നൊക്കെ പറഞ്ഞ്, പിന്നെ അതുപോലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് എന്തൊരു ബഹളമാണ്. 80-ാമത്തെ വയസ്സിലാണ് ഇന്നലെ ഒരാൾ ജയിലിൽ പോകുന്നത്. ഇനി 7 വർഷം കിടക്കണം ജീവിച്ചിരിക്കുമെങ്കിൽ. 8 പേരും ഇന്നലെ ജയിലിൽ പോയി. 30 വർഷം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. നീതി താമസിച്ച് നടപ്പിലാക്കുന്ന നീതി അനീതിയാണെന്നുള്ള ഒരു തിയറി ഉണ്ട് ഇവിടെ. എന്തായാലും കോടതികളുടെ വിധി നടപ്പിലായി. പക്ഷേ ഈ മുദ്രാവാക്യം വിളിച്ചത് ഒരു വല്ലാത്ത വിളിയായിപ്പോയി. അതിനോടനുബന്ധമായിട്ടാണ് കൊടിസുനി പരോളിലിറങ്ങി പരസ്യമായി പോലീസുകാരോടൊപ്പം മദ്യപിച്ചത്. എന്തൊരു നാടാണിത്! ഇവിടെ കൊടിസുനിമാർക്കും ഈ കാല് വെട്ടുന്നവർക്കും വേടന്മാർക്കും ഉള്ളതാണോ പുതിയ കേരളം? അല്ലാതെ സമാധാനമായി ജീവിക്കുന്ന, എന്തിനു പറയുന്നു പിള്ളേർക്ക് കേരളം വേണ്ടല്ലോ, പുതിയ കുട്ടികൾക്കൊന്നും കേരളം വേണ്ടല്ലോ. അവർ ഇവിടെ ജനിച്ചത് പാപമാണെന്നും സങ്കടമാണെന്നും കരുതി അച്ഛനെയും അമ്മയും അപ്പൂപ്പനെയും കുടുംബത്തിലെ സകലവരെ ഉപേക്ഷിച്ചിട്ട് അവർ പറക്കുകയല്ലേ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? വളരെ ഗുരുതരമായ ഒരുതരം ഗതികേടിലേക്കാണ് സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത്. ജയിലിൽ രക്തസാക്ഷി മണ്ഡപം. ഇന്നലെ മുൻ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഏഷ്യാനെറ്റ് ചാനലിൽ വന്നിരുന്ന് പറയുന്ന കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അദ്ദേഹവും DGP സെൻകുമാറും കൂടി കണ്ണൂർ ജയിലിൽ പോയപ്പോൾ ജയിലിനകത്ത് രക്തസാക്ഷി മണ്ഡപം, മദ്യപിക്കാൻ സൗകര്യം, ഫോൺ സൗകര്യങ്ങൾ, നല്ല ഭക്ഷണം, ഒരു സുഖവാസ കേന്ദ്രത്തിൽ താമസിക്കുന്നത് പോലെ സുഖം. ഉറങ്ങുമ്പോൾ മാത്രം അഴിയിട്ടേക്കും, ബാക്കിയുള്ള സമയത്തെല്ലാം സുഖലോലുപതയുടെ സന്തോഷം. അവർ പുറത്തിറങ്ങി മദ്യപിക്കുന്നു, പരസ്യമായി, രഹസ്യമായി ചെയ്തോട്ടെ, പരസ്യമായി മദ്യപിക്കുന്നു. അതുപോലെ തന്നെ അവരെ അകത്തോട്ട് കടത്തി വിടുമ്പോഴും രാഷ്ട്രീയ കൊലപാതകങ്ങൾ അകത്തോട്ട് അത് TP ചന്ദ്രശേഖരനെ കൊന്നവരെ ആയാലും കൊടിസുനിമാരെയായാലും ആരെയായാലും അകത്തോട്ട് കടത്തി വിടുമ്പോഴും മുദ്രാവാക്യം, പുറത്തിറങ്ങി പരോളിലിറങ്ങിയാൽ അവർക്കിഷ്ടമുള്ളത് ചെയ്യാം. എന്താണ് കാലമേ, കലികാലത്തിൻ്റെ കലിപ്പിൽ എന്തെല്ലാം കാണണം.